അണ്ണാ 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 ഒരു ഇര വലയെ കുടുങ്ങി. ഞാനിപ്പോ പോകുന്നത് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള മസാജ് ആണ്. ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ മസാജ്. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. അത് മാത്രമല്ല ഒരു വാട്ടർഫോൾ ആണ്. അപ്പൊ എനിക്ക് ആ വാട്ടർഫോളും എക്സ്പ്ലോർ ചെയ്യാം, ആ മസാജും എക്സ്പീരിയൻസ് ചെയ്യാം. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. അവിടെ പോയി കിടത്തും, അവിടുന്നാണ് ചെയ്യുന്നത്. അതാണ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ടോ? ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇതില് അടിപൊളി ഫീൽ ആയിരിക്കും. നേച്ചർ കൂടി ഡാബ് കിക്കാണ്, ഡാബ് കിക്ക്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. നീയും അയാളും അതാവില്ല. നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കഴുകിച്ച് തരും കേട്ടോ. കാരണം കിടക്കുന്നതിന് മുന്നേ കാലില് മൊത്തം ചെളിയായിരിക്കും. കാല് കൊള്ളാല്ലേ? അല്ല, തരക്കേടില്ല. ഈ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്താണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയി. ആ ഒരു റിലീഫ് കിട്ടും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. എനിക്ക് സഹിക്കുന്നില്ലടാ. പ്രശ്നമൊന്നുമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റ് ആണ്. മരണാസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ചാൽ മതിയായിരുന്നു. ഈ മസാജ് ചെയ്യുന്നത് ഷിയ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയല്ല കുറച്ച് ഗാന അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലാണ് ഇത് ഷിയ ബട്ടറിന്റെ ഒറിജിനൽ. പറഞ്ഞു വരുമ്പോ നമ്മൾ 2 കളിക്കാരാ. അതെ, രാത്രി എല്ലാരും ഉറങ്ങിയിട്ട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. നല്ല കൂളിംഗ് എഫക്റ്റും അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി. അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഫൈനലി അങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ.